ചട്ടമ്പി പാറു ഏപ്രിൽ 7 മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ആന്റിയുടെ മനസ്സിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രക്തബന്ധത്തിനേക്കാൾ പവിത്രമായ മറ്റൊരു ബന്ധവും ഈ ഭൂമിയിലില്ലാന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇവിടെ ആരും മനഃപൂർവ്വമൊന്നും ചെയ്തിട്ടില്ല. എല്ലാം ആരോ തീരുമാനിച്ചു വെച്ചതുപോലെ സംഭവിച്ചത്. ഇക്കാര്യത്തിൽ ഇടപെടണ്ടായിരുന്നുവെന്ന് ഇപ്പൊ എനിക്ക് തോന്നുക. ഞാൻ ഒരു ഭാഗം മാത്രമേ നോക്കിയുള്ളൂ, ഭാനുവിന്റെ ഭാവി. നമ്മൾ കാണാറില്ലേ, ഡോക്ടർക്ക് ഭാര്യ ഡോക്ടറായിരിക്കും, അഡ്വക്കേറ്റിന്റെ ഭാര്യയും മിക്കവാറും അഡ്വക്കേറ്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോ അവർക്കിടയിൽ മറ്റൊരു ചർച്ചയ്ക്ക് ഇടവരില്ല. പരസ്പരം രണ്ടുപേരും മനസ്സിലാക്കി ജീവിച്ചോളൂ. അതുമാത്രമേ ഞാനിവിടെ ചിന്തിച്ചുള്ളൂ. ഭാനുവിനെ ഞാനൊരിക്കലും എന്റെ ഭാര്യയുടെ അനുജത്തിയായിട്ട് കണ്ടിട്ടില്ല. എന്റെ സ്വന്തം കൂടപ്പിറപ്പായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. അവൾക്കൊരു നല്ല ജീവിതം കിട്ടണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് മോന് വിഷമമല്ലേ? ഒരിക്കലും ഇല്ല ആന്റി. ചിലയിടങ്ങളിൽ നമ്മൾ സ്വയം തന്നെ ചില തീരുമാനങ്ങൾ എടുക്കും. അവിടെ മറ്റൊരാളുടെ മനസ്സ് കാണാനോ അനുവാദം ചോദിക്കാനോ നമ്മൾ ശ്രമിക്കാറില്ല. ഇവിടെ ആന്റിയോട് ഞങ്ങൾ ചെയ്തതും അത് തന്നെയാണ്. ഒരിക്കലും ആന്റിയോട് ഈ വിവാഹത്തിന് സമ്മതിക്കണമെന്ന് ഞാൻ പറയില്ല. ഒരു കാലത്തും ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റുകളല്ല ആന്റിയുടെ സഹോദരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് ആന്റിയുടെ സംസാരത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാലും എന്റെ മനസ്സിലുള്ളൊരു ചോദ്യം ഞാൻ ആന്റിയോട് ചോദിക്കുക. ഭാനുവിന്റെ ഭാവി സുരക്ഷിതമാവുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആന്റിക്ക് ആന്റിയുടെ സഹോദരനോടൊന്ന് ക്ഷമിച്ചുകൂടെ? ഭാനുവിന് വേണ്ടി ജയേഷിന് ഞങ്ങൾ ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ എന്താണെന്ന് ആന്റിക്കറിയോ? സന്തോഷം. പക്ഷേ ചോദിക്കേണ്ടത് ഞങ്ങളല്ല, ആന്റിയാണെന്ന്. ഇവിടെ എനിക്കും തോന്നുന്നത് ആന്റി പറഞ്ഞ കാര്യം തന്നെയാണ്. ഇങ്ങനെ ചില ഉദ്ദേശത്തോടെ ആയിരിക്കും ആന്റിയുടെ സഹോദരൻ ഇവിടെ കല്യാണം വിളിക്കാൻ വന്നത്. അറിഞ്ഞിടത്തോളം ഭാനുവിനും ഈ ബന്ധത്തിനൊരു താല്പര്യമുണ്ട്. എന്തെങ്കിലും മനസ്സിൽ കാണാതെ ഭാവന ഇങ്ങനൊരു കാര്യത്തിന് ഇറങ്ങുമെന്ന് ആന്റിക്ക് തോന്നുന്നുണ്ടോ? ഇതന്നെയാ മോനെ എനിക്ക് മനസ്സിലാവാത്ത. ഭാനു പഠിച്ചൊരു ഡോക്ടറായതിനു ശേഷം അവളുടെ കല്യാണം നടത്തിയാൽ മതിയെന്നും, ഈ കുടുംബത്തിലെ അവസാനത്തെ കല്യാണമായതുകൊണ്ട് നല്ല രീതിയിൽ വേണം ഭാനുവിന്റെ കല്യാണം നടത്താനെന്നും പലവട്ടം ഭാവന എന്നോട് പറഞ്ഞിട്ടുള്ളതാ. എന്നിട്ടിപ്പോ അവള് തന്നെ മാറ്റി പറയുന്നതാ എനിക്ക് മനസ്സിലാവാത്തത്. ഭാനുവിന് നല്ലൊരു ബന്ധം കിട്ടിയപ്പോ ഭാവന മാറ്റി ചിന്തിച്ചു കാണും ആന്റി. ആരായാലും മക്കളുടെയും കൂടപ്പിറപ്പുകളുടെയും നന്മയല്ലേ നോക്കൂ. ആന്റിക്ക് സമ്മതമില്ലാതെ
ഒരിക്കലും ഭാനു ഈ കല്യാണത്തിന് സമ്മതിക്കാൻ പോകുന്നില്ല. എന്റെ മക്കളുടെ നന്മയെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പെൺമക്കളെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കാനേ ഏതൊരമ്മയും ആഗ്രഹിക്കത്തുള്ളൂ. പക്ഷേ അറിഞ്ഞുകൊണ്ട് ആരും പെൺമക്കളെ ഒരു ദുരന്തത്തിലേക്ക് തള്ളിവിടത്തില്ല. ഇവിടെ നമ്മൾ പയ്യനെ മാത്രം നോക്കിയാൽ പോരല്ലോ, പയ്യന്റെ മാതാപിതാക്കളെയും കുടുംബത്തെയും നോക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ആന്റിയോട് ഭാവനെ എനിക്ക് തന്നെ തരണമെന്ന് ഞാൻ ആന്റിയോട് ചോദിച്ചപ്പോ അപ്പൊ ആന്റി എന്നോട് പറയാത്തെന്താ എന്റെ അമ്മയുടെ മരുമകളായിട്ട് ഭാവനെ അയക്കില്ല എന്ന്? ഇവിടെ ആന്റി നോക്കിയത് എന്നെയാണോ എന്റെ അമ്മയാണോ? എന്നെയല്ലേ ആന്റി നോക്കിയത്? ഞാൻ എന്നും ഭാവനയോടൊപ്പം തന്നെ കാണുമെന്നുള്ള വിശ്വാസം ആന്റിക്കുണ്ടായിരുന്നു, ശരിയല്ലേ? മോൻ പറഞ്ഞൊക്കെ ശരിയാ. പക്ഷേ മോന്റെയും ഭാവനയുടെയും ജീവിതം പോലെ ആകണമെന്നില്ല ഭാനുവിന്റെ ജീവിതം. നിങ്ങൾക്ക് പകരമായിട്ട് നിങ്ങൾ മാത്രമേ ഈ ഭൂമിയിലുണ്ടാവൂ. അത് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ടാ അന്ന് ജയ അത്രയ്ക്കൊക്കെ എതിർത്തിട്ടും ആന്റി മോന് വാക്ക് എന്നത്. പക്ഷേ ഇവിടെ എന്റെ മനസാക്ഷി ഒരിക്കലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ല മോനെ. അത്രമാത്രം വെറുപ്പും ദേഷ്യവും എന്റെ സഹോദരനോടുണ്ട്. ഞാൻ അനുഭവിച്ച എന്റെ പകുതി പോലും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ശരി ആന്റി, ആന്റി ഞാൻ ഇനി കൂടുതൽ വിഷമിപ്പിക്കുന്നില്ല. ആന്റി നേരത്തെ പറഞ്ഞില്ലേ ആന്റിയുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ടെന്ന്. അതുപോലെ എൻ്റെ മനസ്സിലും ആന്റിക്ക് ഒരു സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ആന്റിയോട് സംസാരിച്ചത്. പോട്ടെ ആന്റി, എല്ലാവരുടെയും സന്തോഷമാണ് ഒരു വിവാഹം. അവിടെ ഒരാൾക്കും മനസ്സിൽ വിഷമം വരാൻ പാടില്ല. അതുകൊണ്ട് ഈ ചർച്ച നമുക്ക് ഇവിടെ നിർത്താം. എനിക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് നാളെ രാവിലെ ആന്റിയും ഭാവനയും സേതുവേട്ടനെയും കൂടി അവിടെ പറഞ്ഞേക്കാന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ഇനിയിപ്പോൾ അത് വേണ്ടല്ലോ. ഞാൻ പോകുന്ന വഴിക്ക് അവിടെ ഇറങ്ങി കാര്യങ്ങൾ പറഞ്ഞോളാം. ശരി ആന്റി.